Please unmute. Please Okay. unmute. Thank you, Dr. Dhanesh. Thank you, Doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാളം വെബിനാറിന്റെ 1628 ദിവസം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്, നമുക്ക് ഇന്നൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ ശ്രീധരക്കുറുപ്പ് സാറാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ശ്രീധരക്കുറുപ്പ് സാറ് നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. എല്ലാ ദിവസവും സാറ് നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാ ദിവസവും സാറിന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുകയും ഇന്ന് പല ക്ലാസ്സുകളും നമുക്ക് ഇതിനകം എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശ്രീധരക്കുറുപ്പ് സാറ്. ഇന്ന് അദ്ദേഹം നമുക്ക് ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. സാറേ, ക്ലാസ് തുടങ്ങും. കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. നല്ലപോലെ കാണാം. സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെ, ഡോക്ടർമാരെ, ഹോമിയോപ്പതി സ്നേഹികളെ, അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മാസ്റ്റർ ക്രിസ്ത്യൻ പ്രൊട്ടക്ട് സാമൂഹ്യന്മാരും അതുപോലെ എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ദിനത്തില് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ വാലന്റൈൻസ് ഡേ വെറും പ്രണയത്തിന് മാത്രമുള്ള ഒരു ഡേ അല്ല, എല്ലാവർക്കും സ്നേഹങ്ങൾ പങ്കുവെക്കാനുള്ളതാണ്. ഹോമിയോപ്പതി സ്നേഹികളെ എല്ലാവർക്കും, ഡോക്ടർമാർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഓക്കെ, തുടങ്ങട്ടെ. തുടങ്ങാം സാറേ, തുടങ്ങാം. അപ്പൊ അന്ന് ഞാൻ ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഫീവറാണ്. ഫീവർ വേറെ ആൾ എന്നെക്കാട്ടി മുമ്പ് അതിനെക്കാട്ടി നന്നായിട്ട് എടുത്തു. അത് പിന്നെയും എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ആവർത്തന വിരസത ഉള്ളത് കൊണ്ട് ഞാൻ വാർദ്ധക്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാർദ്ധക്യം ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മരണം തീർച്ചയായിട്ടുണ്ട്. വാർദ്ധക്യവും തീർച്ചയായിട്ടും ഉള്ള ഒരു സംഗതിയാണ്. ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊന്നും ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയതാണ്. പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാര്യം ഇപ്പൊ ഇന്ന് പല പരിപാടികളുണ്ട്, മേക്കപ്പ് ഉണ്ട്, പല ഇത് ചെയ്യാം, പല പരിപാടികളും ചെയ്യാം. എങ്കിൽ പോലൂടെ നരയും ഞൊരയൊന്നും നമുക്ക് ഒരിക്കലും തീർത്തും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സംഗതിയാണ്. വാർദ്ധക്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അത് നമ്മളെല്ലാം ഈ വാർദ്ധക്യമായവർ ഇപ്പം ഈയിടെ ഞാൻ കണ്ടു 60 വയസ്സ് വരെ യൗവനമാണെന്നും 80 വയസ്സിന് മേലെയാണ് ഓരോരാശ്വാസം. വയസ്സനായില്ല എന്നൊരു തോന്നല്. അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് നമ്മളൊക്കെ. ഞാനൊരു വല്യമ്മയോട് 85 വയസ്സുള്ള ഒരു വല്യമ്മയോട് ചോദിച്ചു, ഹൗ യു ഫീൽ എന്ന് ചോദിച്ചപ്പോൾ, ഐ ആം നോട്ട് സോ ഓൾഡ് ബട്ട് ഐ എം നോട്ട് സോ യങ് എന്ന് പറഞ്ഞ മാതിരി. അത്ര പ്രായമായിട്ടില്ല, എന്നാൽ അത്ര ചെറുപ്പമല്ല, മിഡില്ല നമ്മളെല്ലാം എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പൊ അന്നേരം ഈ പ്രായം കൂടുന്തോറും പ്രശ്നങ്ങളും കൂടും. അപ്പൊ അന്നേരം പലരും പറയാറുണ്ട്, ചെറു പിള്ളേർക്ക് ചെറിയ പ്രശ്നങ്ങൾ, വലുതാകും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. പ്രായമാകുമ്പോൾ അതിനും കൂടുതൽ പ്രശ്നങ്ങൾ. പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചേ പറ്റുള്ളൂ. അത് ഒന്ന്, നമുക്ക് പ്രായം കൂടുമ്പോൾ പല പല അസുഖങ്ങൾ, പല ഹെറിറ്ററി അസുഖങ്ങളുണ്ടാകുന്നത് അത് വേറെ. പിന്നെ അത് പാരമ്പര്യമായിട്ടുള്ള, പിന്നെ നമ്മുടെ ജന്മനാ തന്നെ ചിലർക്ക് ചില നമ്മൾ പറയുമല്ലോ ടെമ്പറാമെന്റ്, പിന്നെ അതുപോലെ ഡയാത്തസിസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ മിയാസം, ഇതിനൊക്കെ ഒരു വലിയ പങ്കുണ്ട് ഈ പ്രായമാകുന്നതിനോട് കൂടി തന്നെ. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടാൽ, എൻ്റെ ഇപ്പം ഇതിൻ്റെ അകത്ത് നേരത്തെ കൊടുത്തിരിക്കുന്ന
ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയുടെ കണ്ടാൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് ആളിനെ തിരിച്ചറിയത്തില്ല. ആളിനെ കണ്ടാൽ തിരിച്ചറിയത്തില്ല എന്ന് പറഞ്ഞ മാതിരി അത് നമ്മളെല്ലാം ഒരു അനിവാര്യമാണ്. അതെല്ലാം പ്രായം ആകുക എന്നുള്ളത് അനിവാര്യമാണ്. പിന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രിവെൻഷൻ ഈസ് ദ ക്യൂർ എന്ന് പറഞ്ഞ മാതിരി അതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. അതായത് നമ്മൾ പറയുമല്ലോ ക്യാൻസറൊക്കെ ലാസ്റ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ സിംറ്റം സഫറിങ്സ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ആൻഡ് ലൈഫ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്ന മാതിരി നമ്മുടെ ഈ സഫറിങ്സ് ഒക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കുറച്ച് നമുക്ക് സഫറിങ്സ് കുറയ്ക്കാനും ഏത് രോഗങ്ങളാണേലും അതുപോലെ ജീവിതം കുറച്ചുകൂടെ നീട്ടിക്കിട്ടാനും എല്ലാം സന്തോഷമായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയത് ആദ്യം നമ്മുടെ മനസ്സ്, വാചകം, കർമ്മം ഇതെല്ലാം നന്നായിരിക്കണം. മനസ്സാ വാച കർമ്മണ എന്നാണല്ലോ പറയുന്നത്. മനസ്സിൽ എന്ത് തോന്നുന്നു അത് വാചകത്തിൽ കൂടെ വരും. വാചകത്തിൽ കൂടെ വരുന്ന പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുമാത്രം പോരാ, കുറെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് വയസ്സുകാലത്ത് ചെയ്യേണ്ടത്. ഒന്ന് ചുമ്മാ ചടഞ്ഞുകൂടി ഒരു സ്ഥലത്ത് ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, അതായത് എന്തെങ്കിലും ചെയ്യണം. അതുപോലെ ദിവസവും എക്സസൈസിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ആഹാര വിഹാര വിചാരങ്ങളിൽ ശ്രദ്ധിക്കണം. ആഹാരം എന്ന് പറഞ്ഞാൽ ഡയറ്റ് ആൻഡ് റെജിമെന്റ്. ഒരുപാട് വലിച്ചു വാരി തിന്നരുത്. പിന്നെ അതിൽ വളരെയധികം ഇത് പ്രോട്ടീനും വിറ്റമിനും ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ കഴിക്കാൻ ഉള്ള ഇത് ആഹാരങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കണം. അത് വിറ്റമിൻസ് ഒക്കെ ഉള്ളത് കഴിക്കണം. അതുപോലെ ഫ്രഷായിട്ടുള്ളത് കഴിക്കണം. ആഹാരത്തിൽ തന്നെ പണ്ടത്തെ കാലത്ത് തൊട്ടേ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് രാജസം, താമസം, അതുപോലെ സ്വാത്വികവും. അതനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളും രോഗങ്ങളും മാറുമെന്നാണ് ആയുർവേദ പ്രകാരം പോലും പറഞ്ഞിരിക്കുന്നത്. പണ്ടുള്ള ഋഷിമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക, അത് അനുസരിച്ചിട്ട് ജീവിക്കുക. 1-2 കേസുകൾ ഞാൻ നേരത്തെ ഫീവറിനെ കുറിച്ച് കുറച്ച് മലേറിയയും ടൈഫോയിഡും ഒക്കെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അത് ഞാൻ 5:30-6 ആയപ്പോഴാണ് നോക്കിയത്. ഇന്നത്തെ പ്രോഗ്രാം എന്നാണെന്ന് നോക്കിയപ്പോഴാണ് കണ്ട ഫീവറാണ്. ഒരു അടിപൊളി പരിപാടി ഫീവറിൻ്റെ നടന്നേച്ചും പിന്നെ അത് തന്നെ പറഞ്ഞാൽ ഒരു വിരസത ആയതുകൊണ്ടാണ് ഇതിലോട്ട് കിടന്നത്. അന്നേരം പറയാം, അതിനെക്കുറിച്ച് പറയാം. ഇതൊരു ഇൻട്രഡക്ഷൻ എന്തേ ഉള്ളൂ. സ്പീഡ് കൂടുതലുണ്ടോ ഡോക്ടറെ? ഇല്ല ഇല്ല ഇല്ല, മനസ്സിലാകുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നു. എന്നാലും നമ്മുടെ ജീവിത രീതികളിൽ ചിട്ടിയായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ ശരിക്കുള്ള ഉറക്കം, അതുപോലെ തന്നെ വിശ്രമം, അതുപോലെ എക്സസൈസ്, ആഹാരം, അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ചില രോഗങ്ങളുണ്ടെങ്കിൽ അതിൽ ചിലപ്പം ചില അടിസ്ഥാന രോഗങ്ങളൊക്കെ എല്ലാവർക്കും കാണുമെന്നാണ്. ചിലരൊക്കെ പറയും, ചിലരൊന്നും പറയേല. അതിൽ നമ്മൾ ചില പഥ്യങ്ങളൊക്കെ പാലിച്ചേ പറ്റുള്ളൂ. അതൊക്കെ നോക്കണം. പിന്നെ ഓവർ എക്സർഷൻ പാടില്ല. എല്ലാം മിതമായ ആഹാരവും വികാരവും വിചാരവും എല്ലാം മിതമായ രീതിയിൽ പോകണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടുള്ളവർ തന്നെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. പിന്നെ ഒരുപാട് പൈസ കൂടിയ സാധനങ്ങളൊന്നും മേടിച്ച് കഴിക്കണമെന്നില്ല. പക്ഷേ കഴിക്കുന്നതിന് നല്ല ഇലക്കറികളെ അതുപോലെയുള്ളതൊക്കെ നല്ല വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണം. കൂടുതലും നമ്മൾ അടുത്ത കാലത്ത് ഒരു ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാം ഒരു 10-20 പേരുള്ള ഒരു ഗ്രൂപ്പിൽ കയറി അതിൻ്റെ അകത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. B1, B6, B12, പിന്നെ അതുകൂടാതെ വിറ്റമിൻ ഡിയും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരാളെ മാത്രമേ ഉള്ളൂ നോർമൽ. ബാക്കിയുള്ള 19 പേരുടെയും നോർമൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും ടെസ്റ്റ് ചെയ്തില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാടൻ അടിച്ചെന്ന് പറയും. ഇന്ന് ഒരുത്തരം മാടനും അടിക്കാറില്ല, യക്ഷിയില്ല, ഭൂതമില്ല, ഒന്നുമില്ല. കാരണം ഇന്നെല്ലാം ഇൻവെസ്റ്റിഗേഷനുള്ള ഇതുണ്ട്. ഞാനൊക്കെ പാസ്സായ കാലത്ത് എക്സ്റേ ഒക്കെ ഉള്ളൂ. ഇതൊന്നും ഇത്രയും വലിയ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകളൊന്നും ഇല്ലായിരുന്നു. അതായത് ഈ സ്കാനിങ് ഒന്നും ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 20-25 വർഷം മുമ്പ് ഒരു ഗാസ്ട്രോസ്കോപ്പി ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. ഒരു സാധനം അങ്ങ് ഇടിച്ചങ്ങ് കയറ്റും. ഇപ്പം അത് ഇത്രമായി. ഇപ്പം ആരാണ്ട് പറയുന്നത് കേട്ടു, ഒരു ഇത് ഈയിടെ വായിച്ചു, ഒരു ഗുളിക പോലെയുള്ളത്
മെഴുകിയാൽ മതി. അത് വയറ്റിലുള്ള എല്ലാ പരിപാടിയും സ്കാൻ ചെയ്ത് കൊണ്ടുവരും. നമ്മളൊക്കെ പണ്ട് എടുത്തോണ്ടിരുന്നത് ഇത്രയുള്ള ഇതില്ല. ഇന്ന് എല്ലാം നേരത്തെ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. അന്നേരം ഇടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പിന് പോവുക. അതായത് ഒരു പ്രായമായി കഴിഞ്ഞാൽ ആണ്ടിൽ ഒരിക്കൽ അല്ല 2 പ്രാവശ്യം ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുക. അന്നേരം പ്രീ ഡയബറ്റിക് ആണേലോ അതുപോലെ കണ്ണൊന്ന് ചെക്ക് ചെയ്യുക. ഇതിനൊക്കെ ധാരാളം ഇഷ്ടം പോലെ വേണ്ടുവോളം വേണ്ടതിൽ കൂടുതലും സ്പെഷ്യലിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, മെഷീനുകളും ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഇതൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അന്നേരം നമുക്ക് കൂടിക്കൂടി വരുന്നുണ്ടോ, എല്ലാം നോർമലാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നേരത്തെ തന്നെ വരും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുപോലെ ആഹാരങ്ങൾ, അതുപോലെ വീട്ടിൽ കുറച്ച് സമയം അതുപോലെ നമ്മൾ ഉല്ലാസമായിട്ടിരുന്നാൽ 4 ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഡോപ്പാമിൻ, സെറോട്ടോണിൻ, ഐസോട്രോണിൻ, പിന്നെ ഒന്നുകൂടെ ഉണ്ട്, മറന്നുപോയി. ഓക്സിറ്റോസിൻ. ഇത് 4 നമുക്ക് ഇപ്പൊ പിള്ളേരുടെ കൂടെ ഇന്ന് ഞാൻ ഇടയ്ക്കൊക്കെ കളിക്കുന്ന സമയം പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരിക്കുക, ഞാനും പോയി കൂട്ടത്തിൽ പോകും. ഇതൊക്കെ നമുക്ക് കൂടുതൽ പൈസ മുടക്കാതെയും കൂടുതൽ ചെലവില്ലാതെയും നമുക്ക് ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരവസരമാണ്. പലരും നമുക്ക് കാണും, വീട്ടിൽ കൊച്ചു പിള്ളേരുണ്ട്, അവരുടെ കൂടെ ഒക്കെ കളിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്റർവെൽ സമയത്ത് ഒരു ശകലം സമയം എടുത്തിട്ട് വേണമെങ്കിൽ ഒരു കോമഡികൾ എന്തെങ്കിലും കാണാം. കഴിയുന്നതും ഈ കൂടുതൽ ഈ ഫോണിൻ്റെ ഇതിൻ്റെ ടിവിയുടെയും ഇതിൻ്റെ ഒന്നും മുമ്പിൽ കൂടുതൽ എടുക്കാതിരിക്കുക. അതുപോലെ കൂടുതൽ വായനയിൽ ഏർപ്പെടുക. അതുപോലെ ഉറങ്ങുമ്പം കൂടുതൽ ലൈറ്റും ബഹളമൊന്നും ഇല്ലാത്തടത്ത് ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക, സമയത്തിന് എഴുന്നേൽക്കുക, ഒരു കൃത്യനിഷ്ഠ ഇതെല്ലാം ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഇതിൻ്റെ പ്രാഥമിക വശങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലോട്ട് വരിക. വാർദ്ധക്യത്തിൽ വേറെ കുറെ കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, സാമ്പത്തികമായിട്ട് ഇപ്പം ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ പെൻഷനും ശമ്പളത്തിനോടും പെൻഷനില്ല. പിന്നെ ചെലവുകൾ കൂടുതൽ വരും. പിന്നെ മരുന്നിനൊരു തുക വേറെ വേണം. അതായത് ഇതൊന്നും ഇല്ലെങ്കിൽ, CGHS ഒന്നും ഇല്ലെങ്കിൽ, അതിൻ്റെ ഒന്നും ബെനിഫിറ്റ് ഒന്നും കിട്ടാത്തിടത്താണെങ്കിൽ നമ്മൾ മരുന്നിനൊരു തുക വേറെ കരുതേണ്ടി വരും. അതുപോലെ തന്നെ കൂടുതൽ പോഷകമുള്ള ആഹാരങ്ങൾ കഴിക്കുക. കൂടുതൽ കഴിച്ചില്ലെങ്കിൽ കഴിക്കുന്ന ആഹാരങ്ങൾ പോഷകങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക. ഇതിനൊക്കെ സാമ്പത്തികം വേറെ. പിന്നെ കൂടുതൽ ചിലപ്പം പ്രായമായി കഴിയുമ്പോഴത്തേനും നമ്മളെ ഒരു കൂട്ടത്തിലുള്ള, ചിലപ്പോൾ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, വളരെ സ്നേഹപരമായിട്ടിരിക്കുന്ന ഒരാളങ്ങ് പോകും വേഗം. മറ്റേ ആൾ തന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു പ്രയാസമായിരിക്കാം. കാരണം ഈ ഷെയറിങ് ആൻഡ് കെയറിങ് ഈസ് ക്യൂറിങ് എന്ന് പറയും. അതൊരു വലിയ ഇതാണ്. അതുകൊണ്ട് അതുമെല്ലാം ശ്രദ്ധിക്കണം. ഇങ്ങനെയെല്ലാം ഇടയ്ക്കൊക്കെ വല്ല യാത്ര പോവുകയോ അതുപോലെ വെളിയിലൊരു ഔട്ടിങ്ങിന് പോവോ ഇങ്ങനെയുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം. ഇവിടെ ചില ഡിസ്റ്റർബൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് എവിടുന്ന് വരുന്നെന്ന് അറിയുന്നില്ലല്ലോ സാറേ. എല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ ഇച്ചിരി ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്, അത് കേൾക്കുന്നുണ്ടോന്ന്. അതാണ് കേൾക്കുന്നത്. ഞാൻ അതാണ് കുറെ നേരം സാറിന്റെ മൊബൈലുകളെല്ലാം മ്യൂട്ട്. ഞാൻ ഇതിങ്ങനെ കറക്കി നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ 2 പേജ് എടുത്ത് നോക്കി, എല്ലായിടത്തും മ്യൂട്ടാണ്. അപ്പൊ ഇതെവിടുന്ന് വരുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, അതാ ഞാൻ ചോദിക്കുന്നത്. അതാ ഇവിടെ കിട്ടുന്നുണ്ടോന്ന് അറിയാനാ. ഇടയ്ക്ക് കേൾക്കും. കുഞ്ഞു കൊച്ചാ, പക്ഷെ പറഞ്ഞാൽ നിൽക്കുകയല്ല. ഇടയ്ക്ക് വന്ന് ഡോറിനിട്ട് മുട്ടും, ചിലപ്പം ബഹളം ഉണ്ടാക്കും. കുഴപ്പമില്ല സാറ് ഒച്ചയായി പറയുന്നോണ്ട് കുഴപ്പമില്ല. അന്നേരം ഇതൊക്കെയാണ്. പിന്നെ ഒരു വിഷാദഭാവം. പണ്ടത്തെ നമുക്കുണ്ടായിരുന്ന ജോലിയിലുണ്ടായിരുന്ന ആ ഗമയൊന്നും ഇപ്പൊ കിട്ടുകയില്ല. വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമുക്കൊരു വിലയിടിവ്. എന്നാലും നമുക്കൊരു ദുഃഖം തോന്നും. പണ്ടൊക്കെ എല്ലാത്തിനും വിളിക്കുകയും കാണുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറേശ്ശെ തടയാൻ തുടങ്ങും. എന്നാലും നമുക്കൊരു വിഷമം. എടാ, ഇത് ഇപ്പൊ എന്നോട് ഒന്നും പറയുന്നില്ലല്ലോ. പഴയതുപോലെ പണ്ട് എത്ര പേരുടെ മുമ്പിൽ നമ്മള് ജീവിച്ചതാണ്. 1 മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. ബഹളം ഉണ്ടാക്കരുത്, ഇവിടെ ക്ലാസ് ആണെന്നൊന്നും. കുഴപ്പമില്ല സാറേ, ഇടയ്ക്കേ ഉള്ളൂ.
കൂടി വരികയാണെങ്കിൽ നമുക്ക് പറയാം. ഓ, അവിടെ ഇപ്പൊ കുറഞ്ഞു. അയൽവക്കത്തെ 1-2 പിള്ളേർ വന്നിട്ടുണ്ട്. അവർ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നു. അതിന്റെ ഒച്ചയാണ്. അവർ കളിക്കാൻ വരുന്നു. സോറി. ഡോർ അടയ്ക്കാൻ പറ്റുമോ സാറേ? ഡോർ അടയ്ക്കാൻ പറ്റുമോ? ഡോർ അടച്ചിരിക്കുക, എന്നിട്ടും വരിക. പിള്ളേരല്ലേ, പിള്ളേരിനെ കാട്ടി കൂടുതൽ വലിയൊരു ബുദ്ധിമുട്ട്. പറഞ്ഞു പോയി മറച്ചു. എനിക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ്, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം. ഇപ്പം ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു വരുമ്പം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായ അതിന്റെ മൂടങ്ങ് കേൾക്കാവോ? കേൾക്കാം. ഞാൻ മ്യൂട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞാൽ കേൾക്കാം. അതെ, പിള്ളേർ വന്നു കഴിഞ്ഞാൽ പോയാൽ കുഞ്ഞുങ്ങൾ സമ്മതിക്കുക, അവർക്ക് കളിച്ചോണ്ടിരിക്കാം. പോട്ടെ. വാർദ്ധക്യം ഓൾഡ് ഏജിലുള്ള പ്രശ്നമാണ്. അമിതമായ ലൈംഗികാസക്തി കാരണം ഉണ്ടാകുന്ന അകാല വാർദ്ധക്യം. അതായത് ഭയങ്കരമായിട്ടുള്ള കൂടുതൽ ലൈംഗികമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ഉണ്ടാകുന്ന ഒരു 40 വയസ്സുള്ളവനെ കണ്ട 70-80 ഒക്കെ പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഒന്നാന്തരം ഒരു മരുന്നാണ് ആഗ്നസ് കാസ്റ്റസ്. കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. ഞാൻ 0/3 ആണ് കൊടുക്കുന്നത്. ചിലർ 3x 30 ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ സാധാരണ ശരീരതാപത്തിന് ന്യൂനത, അകാല വാർദ്ധക്യം, വർദ്ധിച്ച ക്ഷീണം, എല്ലാ പ്രവർത്തനങ്ങളിലും മന്ദത, ദിവസങ്ങളോട് നിലനിൽക്കുന്ന മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ അലൂമിന കൊടുത്താൽ വളരെ നന്നായിരിക്കും. വാർദ്ധക്യസഹജമായ എല്ലാ രോഗങ്ങൾക്കും കൊടുക്കാവുന്ന വേറൊരു ഔഷധമാണ് അംബ്രാഗ്രേഷ്യ. ഞാൻ എടുത്തു പറയാത്തതൊക്കെ ഞാൻ 0/3 ആണ് കൊടുക്കുന്നത്. അത് ഡിവൈഡഡ് ഡോസാണ്. അക്യൂട്ടിക് കേസസിൽ സ്മോളർ ഇൻ്റർവെൽസിനും ക്രോണിക് കേസിൽ ലോങ്ങർ ഇൻ്റർവെൽസിനും കൊടുക്കും. പിന്നെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നശിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന മറവി രോഗിക്ക് താൻ 2 വ്യക്തികളായി തോന്നുന്നു. ഒന്ന് പ്രവർത്തിക്കാതിരിക്കുകയും അതേസമയം മറ്റേത് അതിനെ നിരോധിക്കുകയും ചെയ്തു. അതെങ്ങനെ ഉണ്ടെങ്കിൽ അനാക്കാർഡിയം. അനാക്കാർഡിയത്തിനുള്ള ഒരു ഓൾഡ് ഏജിലുള്ള എല്ലാത്തിനും ഒരു ദേഷ്യം, പിന്നെ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇരുന്ന് പ്രാവും, നീ മുടിഞ്ഞു പോകും, നീ ശരിയാകുകയില്ല എന്നൊക്കെ പറയും. അതുപോലെ ഈ ജന്തുക്കളെയൊക്കെ കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ആണ് അനാക്കാർഡിയത്തിന്. എൻ്റെ ഒരു ജനറൽ മെൻറ്റാലിറ്റിയാണ്. പിന്നെ വാർദ്ധക്യത്തിൽ കൊടുക്കാവുന്ന വേറൊരു പ്രത്യേക മരുന്നാണ് ബെറൈറ്റാക്കാർ. അതെല്ലാ കേസുകളിലും കൊടുക്കാവുന്നതാണ്. വാർദ്ധക്യത്തിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ക്ഷയിച്ചു വരുമ്പോൾ നൽകാവുന്ന ഔഷധം. അണ്ഡകോശങ്ങൾ, പ്രോസ്റ്റേറ്റ് തുടങ്ങിയവയിൽ വീക്കം, വയസ്സന്മാർ, വർദ്ധിച്ച മറവി, അതായത് നമ്മൾ കൂടുതലും പ്രായമാകുന്നവർക്ക് ഒരുപാട് മറവികളുണ്ട്. അതൊരു സാധാരണയാണ്. ഇപ്പം ഈ ഡയമെൻഷ്യയോ അൾസിമേഴ്സോ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എടുക്കാൻ അങ്ങോട്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്ല പറയാൻ വന്ന ചിലപ്പം നമ്മളിപ്പം തന്നെ എനിക്ക് ഒരു 4 ലവ് ഹോർമോൺസിൻ്റെ പേര് വന്നപ്പം ഒരെണ്ണം അങ്ങ് വിട്ടുപോയി, ഓക്സിറ്റോസിൻ അങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞ മാതിരി ഈ നാക്കിൻ്റെ തുമ്പേലുണ്ടെങ്കിലും അതിങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പം നമുക്ക് ബെറൈറ്റാക്കാർഡ് അങ്ങനെയുള്ള പല പല മരുന്നുകളും ഒരു ഇതിൻ്റെ നാർട്രോണിക്കായിട്ട് കാരിബോസ് കൊടുക്കാം, അതുപോലെ ജിങ്കാബൈലോമ ഒക്കെ കൊടുക്കാം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മക്കുറവിന് വളരെയധികം. പിന്നെ എനിക്കൊരു കേസ് ഞാനിത് പറഞ്ഞപ്പോൾ ഓർക്കാണ്, വാർദ്ധക്യത്തിലുണ്ടായ ഇത് ഒരു പ്രധാനപ്പെട്ടാണ് സെക്സ്വൽ വീക്ക്നെസ്. എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഈ അടുത്ത കാലത്ത് വന്നു. പുള്ളിക്ക് ഒരു 60-65 ഏജ് ഉണ്ട്. പുള്ളിക്ക് ഒരു സെക്സ്വൽ വീക്ക്നെസ്, പുള്ളിക്ക് ആശയുണ്ട് പക്ഷെ ആക്കമില്ല. ലൈക്കോപോഡിയം 0/3 കണ്ടിന്യൂസ് കൊടുത്തു.
കംപ്ലീറ്റ് ശരിയായി. അതിൻ്റെ കൂട്ടത്തിൽ ഡാമിയാനോ യോഗീമിനിയോ ഒക്കെ മാറി മാറി ഞാൻ കൊടുക്കാറുണ്ട്. ഇതിൽ അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അതിൽ വളരെയധികം കറക്റ്റായി. ഇത് മിക്കവാറും ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സെക്സ്വൽ വീക്ക്നെസ്, നോ ഇൻട്രസ്റ്റ്. പാർട്ട്ണർ അതുകൊണ്ട് ചിലർക്ക് ഒരാൾക്ക് താല്പര്യം കാണും, മറ്റേയാൾക്ക് താല്പര്യമില്ല. പിന്നെ നടക്കാൻ വിഷമം, നടക്കുമ്പോൾ വിറയ്ക്കും, ചിലർക്ക് ഇങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കും. മഴക്കമില്ലാത്ത വേദനയോട് കൂടിയ കാലുകൾ, മൂത്രമൊഴിക്കുവാൻ പ്രയാസം, പെട്ടെന്ന് മറവി. കൊണയമ്മാക്ക് ഒരു നല്ല മെഡിസിനാണ് കൊണയമ്മാക്ക്. പെട്ടെന്ന് മറക്കുക, പ്രായമാകുമ്പോൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ്. അപ്പം ഇന്നല്ലെങ്കിൽ ഈ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും നാളെ പ്രായമുള്ളവരാകും, അന്നേരത്തേനും ഇത് പ്രയോജനപ്പെടും. പിന്നെ ഇപ്പം പ്രായമായിട്ടുള്ളവർക്കും അത് പ്രയോജനപ്പെടും. മാനസികവും ശാരീരികവുമായി അനുഭവപ്പെടുന്ന വർദ്ധിച്ച ക്ഷീണം, നടക്കുമ്പോൾ വിറയും കിതപ്പും പഴയതുപോലെ തന്നെ അനുഭവപ്പെടുന്നു. ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്നില്ല. പ്രായം കുറഞ്ഞ സ്ത്രീകളുമായി ലൈംഗികബന്ധത്തിന് കഴിയുന്നില്ല. ലൈക്കോപ്പോഡിയം ചിലപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ, പണ്ടല്ല അടുത്ത കാലം വരെ, ഇപ്പോഴാണ് സെയിം പ്രായമുള്ളവരെയൊക്കെ കല്യാണം കഴിക്കുന്നത്. മറ്റേ 8ഉം 10ഉം 12ഉം ഒക്കെ വയസ്സ് വ്യത്യാസമുള്ളവരെ കല്യാണം കഴിക്കുന്നത്. അന്നേരം അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തപ്പം ഈ ലൈക്കോപ്പോഡിയം ഒരു നല്ല മെഡിസിനാണ്. ആശയുണ്ട്, പക്ഷേ ആക്കോയില്ല. അത് തന്നെ കാര്യം. വാർദ്ധക്യകാലത്ത് നൽകാവുന്ന ലേഡീസിനാണെങ്കിൽ അതിന് കൂടുതൽ കൊടുക്കാവുന്ന സെപ്പിയായി നേട്രമോറാണ്. ആണുങ്ങൾക്കാണ് കൂടുതൽ ലൈക്കോപ്പോഡിയം വരുന്നത്. പിന്നെ ഡാമിയാനായി കൊടുക്കാറുണ്ട്. അത് ആണിനും പെണ്ണിനും പറ്റുന്നതാണ്, മദർ ടിഞ്ചർ. വാർദ്ധക്യകാലത്ത് നൽകാവുന്ന ഒരു പ്രത്യേക ഔഷധം, വാർദ്ധക്യകാലത്തെ വിഷമതകൾ ഇല്ലാതാക്കുവാൻ നൽകാവുന്ന പ്രത്യേക ഔഷധം. പ്രധാനമായി മലാശയ സംബന്ധമായും ആമാശയബന്ധമായും കാണുന്ന രോഗങ്ങൾ, അത് തയോസ്യാമിനം, അത് കൊടുക്കാം. അതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. അതിന് റൊഡാഡിനം എന്നൊരു പേരുണ്ട്. അത് 2x 3x ആണ് കൂടുതൽ കൊടുക്കുന്നത്. ഞാനത് പ്രത്യേകം പറയുന്നത് അതിനാണ് കൂടുതൽ പ്രയോജനം, ഇത് തയോസ്യാമിനത്തിന്. പിന്നെ അടുത്ത കാണുന്ന ഒരു കേസാണ് വിഷാദം, ഡിപ്രഷൻ. അതിൻ്റെ അകത്ത് എല്ലാവർക്കും അറിയാവുന്ന, ഇത് സാധാരണ വിഷാദത്തിനുള്ള എല്ലാ മരുന്നുകളും ഉപയോഗിക്കാം. എന്നാലും ഇത് പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ കാണുന്ന വിഷാദത്തിനാണ് ഇവിടെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൂടുതലും വിഷാദ രോഗങ്ങൾക്ക് കൂടുതൽ കൊടുക്കുന്ന നേട്രമോറ്, ഇഗ്നീഷ്യ മുതലായ ഇതാണ്. പിന്നെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്, ഓറമെറ്റ്, നേട്രസെപ്പ് മുതലായ മെഡിസിനാണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത്. ദുഃഖവും മാനസികവുമായി വലുതായി അനുഭവപ്പെടുന്ന അസ്വസ്ഥതയും, വലുതായ ആദിയും ആകാംക്ഷയും മരണഭീതിയും, രാത്രികാലങ്ങളുണ്ടാകുന്ന ആദി കിടക്കയിൽ നിന്നും രോഗിയെ ഉണർത്തി ഓടിക്കുന്നു, അർദ്ധരാത്രിക്ക് ശേഷം ആദി വർദ്ധിക്കുന്നു. അപ്പം ഈ ആഴ്സനിക് ആർബിനുള്ള ഒരു പ്രത്യേകത, മാനസിക പ്രത്യേകത, പ്രായമായാലും അയാൾ പറയും എന്നാ മരുന്ന് ഇനി കഴിച്ചിട്ടും ഇല്ല പ്രയോജനമൊന്നും. അതുകൊണ്ട് അയാൾ മരുന്ന് കഴിക്കുകയില്ല. ഒരു ഡോക്ടർമാരും വലിയ വിശ്വാസമൊന്നും കാണുകയില്ല. എനിക്ക് ഇതിനോട് മരണഭീതി ഉണ്ടെങ്കിലും അത് കൂടുതലും രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇങ്ങനെ ഉറക്കമൊക്കെ ഇച്ചിരി കുറവായിരിക്കും. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി ഉറക്കം കുറവായിരിക്കും. പിന്നെ ഇത് തന്നെ അവനവൻ്റെ ഈ അസുഖങ്ങളെക്കുറിച്ച് തന്നെ. പക്ഷെ ഇതുപോലെ തന്നെ ഒരു ഇതിന് ആൻസൈറ്റിയും ഫിയറും ഉള്ളതാണ് അക്കണൈറ്റ്. അക്കണൈറ്റിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ അയാൾക്ക് പേടിയാണ്. ഈ മരിക്കുന്ന സമയം വരെ പറയും, ഇന്ന സമയത്ത് മരിക്കും, അതുകൊണ്ട് വേഗം മരുന്ന് തരണമെന്ന് പറയും. വേഗം മരുന്ന് അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അയാൾ മരുന്ന് കഴിക്കും. ഇയാൾ മരുന്ന് കഴിക്കരുത്. ഇതാ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. രോഗം വന്നതിന് ശേഷം കണ്ട വിഷാദം വർദ്ധിച്ച ക്ഷീണം, കാഡ്മിയം പോസിനുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആകുമ്പോൾ ഒന്നീ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എവിടെയെങ്കിലും വീഴും. അതായത് ഈ സ്റ്റെപ്പ് ഉറപ്പ് കിട്ടുകയില്ല, ഒരുമാതിരി വിറച്ചായിരിക്കും നടക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് നടക്കുന്നിടത്തെല്ലാം ഈ ബാത്റൂമിലൊക്കെ ഒന്നീ ഈ റബ്ബർ കൊണ്ടുള്ള മാറ്റ് കിട്ടും, അതിടുക, അല്ലെങ്കിൽ സൈഡിൽ റീല് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കയറെങ്കിലും മുകളിൽ നിന്ന് കെട്ടിയിടുക, അതൊക്കെ പിടിച്ചോണ്ട് നടക്കുക. അല്ലെങ്കിൽ ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയത് സോപ്പും എണ്ണയും കൂടെ. പഴയ കാലത്തുള്ളവർ, ഇപ്പോൾ ഉള്ളവർ അത്രയും ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എണ്ണയും കുഴമ്പും സോപ്പോടെ ചെന്ന് കഴിയുമ്പോൾ ഇതങ്ങ് തിന്നും.
പിടിക്കുന്നിടത്ത് നിൽക്കുകയില്ല. പിന്നെ ഓൾഡ് ഏജിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് തലകറക്കം. അത് പല കാരണങ്ങളുണ്ടാകാം. അത് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. കാരണമില്ലാത്ത വളരെ പെട്ടെന്ന് കരയുന്നു. കരച്ചിൽ കൂടാതെ രോഗവിവരം പറയുന്നതിന് സാധിക്കുന്നില്ല. കരയും. കരഞ്ഞോണ്ടല്ലാതെ പറയാൻ പറ്റിയല്ല. പക്ഷേ ഈ പൾസാറ്റില പേഷ്യന്റിന് വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഏറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ വിഷാദ രോഗത്തിനുള്ള എല്ലാ മരുന്നുകളും നമുക്ക് ഇവിടെ പ്രയോജനപ്രദമാണ്. അത് ഏത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. ഇത് ജനറലായിട്ട് സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചിന്താക്കുഴപ്പം, അതായത് കൺഫ്യൂഷൻ. ചിലപ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്താക്കുഴപ്പമാണ്. അതായത് എന്ത് ചെയ്യണം, ഇത്ര നാളും എല്ലാം സുഖമായിട്ട് ജീവിച്ചു, ഇപ്പം എല്ലാം ഒരുപക്ഷെ പാർട്ടിൻ്റെ ഒരാൾ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ മക്കളെയൊക്കെ കീഴെ ജീവിക്കണം. മക്കൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുകയില്ല. മക്കൾ തന്നെയല്ല, കൊച്ചുമക്കൾ പോലും പറഞ്ഞാൽ കേൾക്കുകയില്ല. അതുവരെ പറഞ്ഞാൽ എല്ലാം കേട്ടോണ്ടിരുന്നവർ പിന്നെ പറഞ്ഞാൽ കേൾക്കാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിഷമം. അന്നൊരു പെട്ടെന്നൊരു ചിന്താക്കുഴപ്പമൊക്കെ, ഒരു കൺഫ്യൂഷൻ. മുഖം തുടുത്തും കണ്ണുകൾ ചുവന്നുമിരിക്കും. ഇപ്പം ശകലം മുമ്പേ ഇവിടെ ഒരാൾ പറഞ്ഞതാണ്, ബെൽഡാണയുടെ സിംറ്റമൊക്കെ ബേണിങ് കാണും, ഇൻഫ്ലമേഷൻ കാണും, റെഡ്നെസ് കാണും, ശ്വാസം പുള്ളി പറഞ്ഞില്ല. ബെൽഡോണം ആണ് അതിൻ്റെ മെഡിസിൻ. ഏകാഗ്രത, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവ ക്ഷയിച്ച് മനസ്സ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ചിന്താക്കുഴപ്പം അനുഭവപ്പെടുന്നു. പറഞ്ഞതാ ബറേറ്റ കാർഡ്. ഓൾഡ് ഏജിൽ ഓർമ്മക്കുറവിനും ചിന്താക്കുഴപ്പത്തിനും എല്ലാത്തിനും പറ്റിയതാണ്. വലുതായി മറവി അനുഭവപ്പെടുന്നു. ചിന്താക്കുഴപ്പത്തിനുള്ള ഒരു പ്രത്യേക ഔഷധമാണ് കനാബിസ് ഇൻഡിക്ക. കനാബിസ് 2 എണ്ണം ഉണ്ട്. അതിൽ കനാബിസ് ഇൻഡിക്കയാണ്. അത് വളരെയധികം പ്രയോജനമാണ്. പിന്നെ വേറൊരു കണ്ടീഷനാണ് മൂത്രം പിടിച്ചാൽ നിൽക്കുക. ഇത് ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. അതായത് കൂടുതലും ഡയബറ്റീസ് പേഷ്യൻ്റ്, അതായത് 1/5 ഭാഗം ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഡയബറ്റീസ് ആണ്. ഈ ഇവിടെ ഇപ്പം എത്ര പേരുണ്ട്? 50 പേരുണ്ട്. ഈ 50 പേരിൽ ഒരു 10 പേർക്കെങ്കിലും കുറഞ്ഞത് ഡയബറ്റീസ് ഉള്ളവരായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അന്നേരം അവർക്കൊക്കെ ഇത് ഉപകരിക്കാം. അവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പാടാം. പ്രായമാകുമ്പോൾ അതൊന്നുകൂടെ പോകും. അതായത് ഈ ബാത്റൂം വരെ ചെല്ലാൻ പറ്റിയ അതിനോടൊക്കെ മൂത്രം പോകും. അങ്ങനെയുള്ള ചില കണ്ടീഷൻ ഉണ്ട്. മൂത്രം പിടിച്ചു നിർത്തുവാൻ കഴിവില്ലായ്മ, അറിയാതെ മൂത്രം വിസർജിക്കുക തുടങ്ങിയ വാർദ്ധക്യത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഇതില്ലല്ലോ, സ്പീഡില്ലല്ലോ, ഉണ്ടോ? ഇല്ല, അതിന്റെ മെഡിസിൻ പറഞ്ഞില്ലല്ലോ സാർ. പറയാൻ വരുന്നേ ഉള്ളൂ. നോക്കിക്കേറി വെടിവെക്കാതെ. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വികാസം കൊണ്ടും സ്ത്രീകളിൽ ഗർഭാശയം പുറത്തേക്ക് തള്ളുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. കൂടാതെ നാഡീവ്യൂഹ സംബന്ധമായ രോഗങ്ങൾ, അതായത് നഴ്സിൻ്റെ ഒക്കെ ബലഹീനതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന അനുസരണ ഇതൊന്നും നിൽക്കുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്കൊക്കെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. അതാ പോയാൽ തന്നെ ഉടനെ ഇച്ചിരി ബാത്റൂം കുറച്ച് ദൂരെയാണെങ്കിൽ പോകുന്നതിനടക്കുന്ന സംഗതി പോയി കാണും. ചിലപ്പോൾ മൂത്രം തന്നെയല്ല, മലത്തിനെയും പിടിച്ചു നിർത്താനുള്ള ശേഷി പറയും. മരം ചുമക്കുമ്പോഴും തൂങ്ങുമ്പോഴും മൂത്രം അറിയാതെ പോവുകയാണെങ്കിൽ, പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ കോസ്റ്റിക്കാം മരുന്ന്. കോസ്റ്റിക്കത്തിന് വേറൊരു 1-2 പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് അടുത്ത കാലത്ത് 1-2 കേസുകൾ ഞാൻ കുറച്ചു. അതിൻ്റെ അകത്ത് ഈ ചുമയ്ക്കുമ്പം തുമ്മുമ്പം അത് ലേഡീസായിരുന്നു. 1-2 ലേഡികൾക്ക് കൊടുത്തു. ചുമയ്ക്കുമ്പം തുമ്മുമ്പോഴും മൂത്രം പോവുക. അവരുടെ മുഖത്ത് അവിടെ ഇവിടെ ഓരോ മറുകുകളാണ്. ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ചുമയ്ക്കുമ്പോൾ ഇത് പോവുക. അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കോസ്റ്റിക്ക് കൊടുത്തപ്പോൾ അത് കംപ്ലീറ്റ് കുറഞ്ഞു. ഈ കോള ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കുറഞ്ഞു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പലതും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ യൂറിൻ കൾച്ചർ വരെ ചെയ്തു. പല അലോപ്പതി ഡോക്ടർമാരും ഈവൻ ഹോമിയോപ്പതി ഡോക്ടർമാരും ചെയ്തിട്ട് കുറഞ്ഞില്ല. കറക്റ്റ് മരുന്നും നമ്മളെ കറക്റ്റ് പൊട്ടൻസി, കറക്റ്റ് റെപ്പറ്റീഷൻ ആണെങ്കിൽ നമ്മളെ മരുന്ന് കഴിഞ്ഞിട്ട് വേറെ ലോകത്ത് ഒരു മരുന്ന്. എല്ലാവർക്കും അത് ബോധ്യമായിട്ടുള്ള, ചെയ്തവർക്കൊക്കെ ബോധ്യമായി കാണും എന്ന് വിശ്വസിക്കുന്നു. പകരസമയം മൂത്രം അറിയാതെ പോയാൽ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട മരുന്ന് ഫറംബോസാണ്.
ഞാൻ പെറമ്പോസ് പൊട്ടൻസിയുടെ കൂട്ടത്തിൽ ഞാൻ 6x കൂടെ കൊടുക്കും. ബയോകെമിക് ഉള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 6x വേറെ റിസൾട്ട് കിട്ടാറുണ്ട്. രോഗികളിൽ വെറിയും ദേഷ്യവും കാണുക, മൂത്രം തുള്ളി തുള്ളിയായി അറിയാതെ പോകുകയാണെങ്കിൽ നക്സോമിക്കാണ്. ഭയങ്കര ദേഷ്യ, ഇറിറ്റബിലിറ്റി, ആങ്കർ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാൽ പണ്ടൊക്കെ നമുക്ക് പോയി തന്നെ എടുക്കാം. ഇപ്പം തന്നെ എടുക്കാൻ മേലാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് ദാഹിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന എൻ്റെ കൈയൊന്നും ഒഴിഞ്ഞില്ലല്ലോ, ഞാൻ കൈ ഒഴിയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയും. എന്നാലും നമുക്ക് വളരെ ദേഷ്യം വരും. ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അതുകൂടെ കിട്ടാതെ വരും. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആകും. അന്നേരം നമുക്ക് കൊടുക്കേണ്ടി വരുന്ന നക്സോമിക്കായ. അരക്കെട്ടിലെ മാംസപേശികൾക്ക് ബലക്ഷയം, അരക്കെട്ടിലുള്ള എല്ലാ അവയവങ്ങളും പുറത്തേക്ക് വരുമെന്നുള്ള തോന്നൽ. ഇത് പറഞ്ഞു കേട്ടപ്പോൾ അറിയാതിരിക്കാം, ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രവിസർജന പേരാണ് സെപ്റ്റിയായത്. പിന്നെ കൂടുതലും ഇവിടൊക്കെ ഒരുമാതിരി പാടൊക്കെ കാണും. എറോസാഡ് ലൈക്ക് തിങ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുഖത്തൊക്കെ പാടുകളൊക്കെ പലർക്കും കാണും ആ സമയത്ത്. പിന്നെ ആണുങ്ങളിലാണെങ്കിൽ വരുന്നത്, ഇത് പെണ്ണുങ്ങളുടെ കൂടുതൽ വരുന്ന ഈ സെപ്റ്റിയ വരുന്നത് കേട്ടോ. പിന്നെ അവേർഷൻ ടു സെക്സ്, അങ്ങനെയൊക്കെ ട്രൈനസ് ഓഫ് ദി വജൈന ഒക്കെ കാണും. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വികാസം കൊണ്ട് സംഭവിക്കുന്ന അറിയാതെയുള്ള മൂത്രവിസർജനം, സബാർസെറിലേറ്റ മദർ ടിഞ്ചറാണ് ഇത് കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാറുള്ള കൊണയമ്മാക്കാണ്, ഈ അവസ്ഥയ്ക്ക് കൊടുക്കുന്ന കൊണയമ്മാക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ സബാർസെറിലേറ്റ മദർ ടിഞ്ചർ. പിന്നെ ഈ ഇതിന് കൊടുക്കാവുന്ന എല്ലാ മെഡിസിനും ഇൻഡിക്കേറ്ററാണ്. പിന്നെ വേറൊരു കേസ് വരുന്നത് സെനൈൽ ഡയമെൻഷ്യ. വാർദ്ധക്യത്തിൽ ഏകാഗ്രത, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവ ക്ഷയിച്ച് മനസ്സ് പൂർണ്ണമായും ജീർണിക്കുന്ന അവസ്ഥയ്ക്കാണ് സെനൈൽ ഡയമെൻഷ്യ എന്ന് പറയുന്നത്. ഇത്തരം രോഗികളിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നശിക്കും. സ്ഥലകാലബോധം ബാധിക്കുന്ന, ഭ്രമം ബാധിക്കുന്ന രോഗി ക്രമേണ സ്വഭേദം നഷ്ടപ്പെടുന്നവരായി മാറും. എവിടെ എന്നാണെന്നൊന്നും അറിയത്തില്ല. വെളിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1-2 രോഗികളെ അറിയാം. അതായത് പ്രായം കഴിഞ്ഞിട്ട് വെളുപ്പിനെ നേരം വെളുത്തെന്ന് വിചാരിച്ചു വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പോയിട്ട് തോട്ടിലെ കുളിക്കുള്ളൂ. തോട്ടിൽ കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അയൽവക്കത്തെ വീട്ടിൽ ലൈറ്റ് കാണുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ പിടിച്ചോണ്ടും വരും. വഴി ഏതാണെന്നറിയാൻ മേല, എങ്ങോട്ട് പോകണമെന്നറിയാൻ മേല, എവിടാ ചെന്ന് നിൽക്കുന്നതെന്നറിയാൻ മേല, അത് ആരാണെന്നറിയാൻ മേല. ഇങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ കൊടുക്കുന്നത് ഞാൻ ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞത് തന്നെ ബെറൈറ്റാക്കാറുള്ളൂ. ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ക്ഷയിച്ചു വരുന്നു. വർദ്ധിച്ച ക്ഷീണം, വാരജാപന്യം. ഈ ബെറൈറ്റാക്കാർ ഒരു വണ്ടർഫുൾ റെമഡിയാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിലും ഈ പഠിക്കാൻ മടിയുള്ളവർക്കും ഇതുമൊക്കെ ഒരു ബാക്ക്വേർഡായിട്ടുള്ളവർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഉഗ്രം മെഡിസിനാണ്. ഇതിന് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, കിഡ്നി പേഷ്യൻ്റാണ്. പിന്നെ പഴക്കം ചെന്ന ആഘാതം കൊണ്ടുണ്ടാകുന്ന സെനൈൽ ഡയമെൻഷ്യ. ഇപ്പം നമുക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന സെനൈൽ ഡയമെൻഷ്യ ആണെങ്കിൽ ഇഗ്നേഷ്യാണ് മരുന്ന്. ഇഗ്നേഷ്യ തൻ്റെ ഇടം വിട്ടുപോകുന്ന അവസ്ഥ, എതിർപ്പ് സഹിക്കുന്നതിന് കഴിവില്ലായ്മ, ആളുകളെ ഭയം, ഒറ്റയ്ക്കിരിക്കുന്നതിൽ ഭയവും കോപവും വ്യാകുലതയും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തെറ്റായി ഉപയോഗിക്കുന്നു. ലൈക്കോപ്പോഡിയം. ലൈക്കോപ്പോഡിയത്തിനുള്ള ഒരു കുഴപ്പം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു എഴുത്തെഴുതുകയാണെങ്കിൽ, ഒരു എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം എഴുതാൻ പാടും. ഇപ്പം ശ്രീധരക്കുറിപ്പെന്ന് എഴുതി വരികയാണെങ്കിൽ ശ്രീധര കൂ വരെ ഇടും, RUP വിട്ടു. അതുപോലെ തന്നെ ഒരു തുടക്കത്തിൽ ഒരു സ്റ്റേജിൽ കയറി ഒന്ന് പറയണമെന്ന് തോന്നിയാൽ പറയാൻ പ്രയാസം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിട്ടുപോകും. ആരംഭത്തിൽ ഒരു ശകലം പ്രയാസമാണ്. തുടക്കത്തിൽ ആരംഭ ശൂരത്വമില്ല. അത് തന്നെ കാര്യം. സെനൈൽ ഡയമെൻഷ്യ ഭാഗ്യമായ സ്തംഭനത്തോടു കൂടിയ സെനൈൽ ഡയമെൻഷ്യ ആണെങ്കിൽ ആർസനിക് അയോഡോട്ടാണ് മെഡിസിൻ. ആർസനിക് അയോഡോട്ട്. അടുത്തത് ട്രൈജെമിനൽ നൊറാഡിയ. തലച്ചോറിൽ നിന്ന് മുഖത്തേക്ക് വരുന്ന നാഡിയാണ് ട്രൈജെമിനൽ നെർവ്. ഈ നെർവ് ഞെരുങ്ങുമ്പോഴും നീർവീക്കം ഉണ്ടാകുമ്പോഴും മുഖത്തിന്റെ ഒരു വശത്ത് അസഹനീയമായ വേദന ഉണ്ടാകുന്നു. ഇതിനെയാണ് ട്രൈജെമിനൽ നൊറാഡിയ എന്ന് പറയുന്നത്. 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. പെട്ടെന്ന് വരുന്ന വേദന ക്രമേണ താടിയിലേക്കും കണ്ണിലേക്കും ചെവിയിലേക്കും വ്യാപിക്കുന്നു.
വേദന ഏതാനും സെക്കൻഡോ മിനിറ്റോ നീണ്ടു നിൽക്കും. തണുപ്പ് കൊണ്ടും ആഹാരം കഴിക്കുമ്പോഴും കോട്ടുവ ഇടുമ്പോഴും ഈ വേദന ഉണ്ടാകാം. ഇത്തരത്തിലുള്ള വേദന ദിവസം പല പ്രാവശ്യം ആവർത്തിക്കും. ഇത് ആഴ്ചകളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കും. ഓരോ പ്രാവശ്യവും വരുന്ന വേദനയുടെ ദൈർഘ്യം കൂടിക്കൂടി വരും. വരണ്ട തണുപ്പ് കൊണ്ട് ഞാനിതിന് സാധാരണ കൊടുക്കാറുള്ള ഹെക്ടറാലാവ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതിന് നല്ലതുണ്ട്. പിന്നെ ഇടത്തെ സൈഡാണെങ്കിൽ സ്പൈജീരിയയ്ക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ചിലപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. വരണ്ട തണുപ്പ് കൊണ്ട് ഉണ്ടാകാവുന്ന വേദന. രോഗിക്ക് കുളിരും ആകാംക്ഷയും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നു. പുകച്ചിൽ പോലെ അനുഭവപ്പെടുന്ന വേദന ആർസനിക്കാർമാണ് മെഡിസിൻ സാധാരണ കണ്ടുവരുന്നത്. ഉറക്കത്തിന് ശേഷമാണെങ്കിൽ ഇതെല്ലാം സിംറ്റംസ് ഒക്കെ കാണുമെങ്കിൽ ലാക്കാസിസ് ആണ്. കാരണം ലൂസ് വസ്ത്രമൊന്നും നമുക്ക് ടൈറ്റ് കൊടുക്കാൻ ഒക്കുകയില്ല. പിന്നെ കൂടുതൽ ടോക്കറ്റീവ് ആയിരിക്കും. ഉറക്കത്തിന് ശേഷമായിരിക്കും ഇതിപ്പോൾ എല്ലാം ഇനുറാർജിയ കൂടുതൽ കാണും. കൂടുതലും പല്ലെടുത്ത് കഴിഞ്ഞുമൊക്കെ ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രായമാകുമ്പം പല്ലുകൾ കൂടുതൽ പോകും. ചിലപ്പോൾ അതിൻ്റെ കുറ്റികൾ ഇങ്ങനെ നിൽക്കും. അതിൽ നിന്ന് വരാം. പിന്നെ പല്ലെടുത്താൽ ചിലർ ശരിയായിട്ട് എടുത്തില്ലെങ്കിൽ അതുകൊണ്ട് വരാം. ചൂട് കൊണ്ട് അമർത്തി തടവുമ്പോൾ കുറയുന്ന വേദനയാണ് മഗ്നീഷ്യം മാക്പോസ് ആണ് മെഡിസിൻ. തണുപ്പ് കൊണ്ടുണ്ടാകുന്നതും ചൂട് കൂടുമ്പോൾ ആശ്വാസമാണെങ്കിൽ കൊളോസിന്ത മെഡിസിൻ. കൊളോസിന്ത ട്രൈജിനമേറിയുടെ വേറൊരു മെഡിസിനാണ് കൊളോസിന്ത. വരണ്ട് തണുത്ത കാറ്റ് ഏറ്റതിൽ നിന്ന് പെട്ടെന്ന് വരുന്ന വേദന, വർദ്ധിച്ച ആദിയും ഭയവും മരണഭീതിയും കരുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അക്കണൈറ്റ് ആണ് മെഡിസിൻ. നമ്മൾ ഈ ഒരേ പല ഡിസീസിൽ നമ്മുടെ മെഡിസിൻ സിംറ്റമാറ്റിക് ആയതുകൊണ്ട് പലയിടത്തും ഒരേ മെഡിസിൻ വരാം. അന്നേരം വിചാരിക്കരുത് ഇതെല്ലാത്തിനും ഒന്ന് തന്നെയാണല്ലോ ഈ പറയുന്നതെന്ന് പറഞ്ഞത്. അതിൻ്റെ ഇൻഡിക്കേഷനിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. മരുന്ന് പലത് വരാം. ഞാൻ പറഞ്ഞില്ലേ സ്പൈജീനിയ ഒരു പ്രത്യേക ഔഷധമാണ് സ്പൈജീനിയ. രണ്ടു വശത്തിനും വരാം. പ്രധാനം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ വീഴ്ചയും അപകടങ്ങളും എത്ര മിനിറ്റ് വരെ പോവാം? എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? നോക്കിക്കോണേ, ഞാനല്ലേ അങ്ങ് പറഞ്ഞങ്ങ് പോകും. 10 ഇനി 10 മാക്സിമം 10 മിനിറ്റ്. 10 മിനിറ്റ് കൂടെ ഉണ്ട്. വീഴ്ചയും അപകടങ്ങളും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വടി കുത്തിപ്പിടിച്ചാലോ അല്ലെ ഒരു വോക്കറോ, നല്ല പ്രായമായ ഇച്ചിരി വോക്കറൊക്കെ വിറയ്ക്കോ, ഇതുപോലെ ചിലപ്പം പാർക്കിൻസൺസിൻ്റെ ആരംഭമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വിറയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ പോയി കണ്ട് അതാണോ എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഏർലി ഡിറ്റക്ഷൻ നമുക്ക് കൂടുതൽ തീർത്ത് മാറ്റാൻ പറ്റിയത് കുറച്ച് കുറയ്ക്കാൻ പറ്റും നമ്മുടെ മരുന്ന്. ഞാൻ ഒരുപാട് കേസുകൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വിറകൊക്കെ കുറെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ലൈഫ് ക്യാൻ ബി എക്സ്റ്റെൻഡിങ്, സഫറിങ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അന്നേരം പലപ്പോഴും വീഴാനുള്ള സാധ്യത കൂടുതൽ. അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചയും അതുമൂലം ഉണ്ടാകുന്ന മുറിവ് ഉണങ്ങുവാനും നൽകാവുന്ന ഔഷധം അറിയാമല്ലോ, ആർണിക്ക. എപ്പോഴും ആർണിക്ക വീട്ടിൽ വെച്ചേക്കണം. പിള്ളേർക്കും വലിയവർക്കും വീണ ഉടനെ കൊടുക്കാവുന്ന ആദ്യത്തെ മരുന്ന് ആർണിക്ക. അതായത് ചതവൊക്കെ പറ്റും. എൻ്റെ കയ്യിൽ തന്നെ ഈയിടെ ഞാൻ അറിയാതെ കട്ടിലേൽ ഇരുന്നപ്പോൾ ഒരു ചെറിയ തലകർക്കം പോലെ ഇവിടത്തെ തടിച്ചു കിടപ്പുണ്ട്. ആർണിക്ക കഴിച്ചു. ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്. നല്ലോണം രക്തം ഇങ്ങനെ ചത്ത് കിടക്കും. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഈ കഥയിനിടെ കൈയൊക്കെ പോയി ചതയേനെ, എന്നിട്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ കട്ടി പിടിച്ച് കിടക്കുകയാണ് വിരലിൽ പോയിട്ട്, അതുപോലെയുള്ള ഇത് കാണും. അതാണ് ആർണിക്ക. അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആർണിക്ക നൽകിയതിന് ശേഷം സിംപൈറ്റം കൊടുക്കണം. അസ്ഥി പൊട്ടിയിട്ടുണ്ട്, ആർണിക്ക കൊടുത്തതിന് ശേഷം സിംപൈറ്റം കൊടുക്കണം. പെട്ടെന്നുണ്ടാകുന്ന നടുക്കം മാറ്റാൻ നൽകാവുന്ന അക്കണൈറ്റാണ്. ഞാൻ അക്കണൈറ്റ് മാത്രമല്ല റെസ്ക്യൂ റെമഡി കൊടുക്കാറുണ്ട്. ഇപ്പം അതിനും നല്ല എഫക്റ്റാണ്. പെട്ടെന്നുള്ള നമുക്കുള്ള പ്രയാസങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. നെറ്റിയിൽ തണുത്ത വിയർപ്പൂടെ വന്നാൽ ഈ നടുക്കമുണ്ടെങ്കിൽ ബെറേട്രമാണ്. തണുത്ത വിയർപ്പ് നെറ്റിയിൽ കാണും. ആഴത്തിലുള്ള വേദനയോട് കൂടിയ മുറിവുകൾ ഉണങ്ങുവാൻ നൽകുന്നത് കരണ്ടുലാണ്. നല്ല മുറിഞ്ഞ് രക്തമൊക്കെ വരുന്ന മുറിവുള്ള രോഗമാണ്. രക്തം വെളിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കലണ്ടുലായാണ് ഏറ്റവും നല്ലത്. ഇത് നേർവ് സെൻഡിങ്സിന് പരിക്ക് ഏൽക്കുകയോ ഞരമ്പുകൾക്ക് മുറിവേൽക്കുകയോ ചെയ്താൽ നൽകാവുന്ന കൂർത്ത വസ്തുക്കൾ കൊണ്ട് മുറിവ്
നോക്കാവുന്ന ഔഷധം എല്ലാവർക്കും അറിയാം, ഹൈപ്പറിക്കാം. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാവർക്കും കൊടുക്കുന്ന അത് പ്രത്യേകിച്ച് ഓരേജ് പറഞ്ഞതന്നെ. തലയ്ക്ക് എന്തെങ്കിലും കേട് കിട്ടിയിട്ട് ചിലർക്ക് ചില പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഓർമ്മക്കുറവ്, പിന്നെ ചില വട്ടുപോലെയൊക്കെ വരിക, അങ്ങനെയൊക്കെ വന്ന ഒരുപാട് കേസിൽ നാട്രൽ സൾഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേക പറഞ്ഞിരിക്കുന്നത് പ്രത്യേക ആക്ഷനാണ് നാട്രൽ സൾഫർ. പിന്നെ ടോണിക്ക്, വാർദ്ധക്യത്തെ ശക്തി വീണ്ടെടുക്കാൻ നൽകാവുന്ന ഔഷധം അട്ടിക്ക യൂറൻസ്. അട്ടിക്ക യൂറൻസ് മദർ ടിഞ്ചർ കൊടുത്താൽ മതി. രാവിലെ ഉച്ചയ്ക്കും 4 മണിക്കും 10 തുള്ളി വീതം കൊടുക്കുക. അന്നേരം ഒരു ഒരു ഉണർവൊക്കെ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് തയോസ്യാമിനം. അത് 2x 3x ആണ് കൊടുക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ 0/3 കൊടുക്കാറുണ്ട്. പിന്നെ ഒന്ന് കൊടുക്കാവുന്ന ജിങ്കോ ബൈലോമ, കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിങ്കോ ബൈലോമ ഓർമ്മക്കുറവിനൊക്കെ കൊടുക്കാവുന്നതാണ്. ജീവശക്തി വർദ്ധിപ്പിക്കും, ശരീരക്ഷീണം കുറയ്ക്കും, രക്തസംക്രമണം ത്വരിതപ്പെടുത്തും, ഓർമ്മശക്തി കൂട്ടും, ശരീരത്തിന്റെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ജിങ്കോ ബൈലോമ. പിന്നെ വേറൊന്ന്, വേറെ ആൽഫാൽഫായും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ആൽഫാൽഫ കൊടുക്കും, അങ്ങനെ ചിലതൊക്കെ കൊടുക്കും. പിന്നെ തിമിരം, കാട്രാക്ട്, ആരംഭത്തിൽ നിൽക്കാവുന്ന പോസ്റ്റിക്കം. ഞാൻ കൂടുതലും കൊടുക്കുന്നത് ഫോസ്ഫറസിലായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടി. കണ്ണിൻ്റെ പല ഇതിനും കാട്രാക്റ്റുകളും, അത് എൻ്റെ കോൺഫിഡൻസ് കൊണ്ടല്ല, പക്ഷേ ഈ രോഗിയുടെ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ള ഗുണങ്ങളാണ്. ഒന്നുമല്ലെങ്കിൽ സർജറി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും, ഉടനെ സർജറി ചെയ്യരുത്, അത് മച്ചുറാകാതെ അവർ സർജറി ചെയ്യരുത്. അതുവരെ നമുക്ക് ഈ ഫോസ്ഫറസ് കൊണ്ട് പോകാം. അതുപോലെ തന്നെ ആരംഭത്തിൽ അത് തുടങ്ങിയിട്ടേ ഉണ്ടെങ്കിൽ, ഇച്ചിരിയൊക്കെ ഒരു പൊട്ടുപോലെയൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോസ്റ്റിക്കം മതിയാകും. കണ്ണിന്റെ കടുത്ത പടലത്തിൽ ദീപം തെളിയുന്ന പോലെയും തീപ്പൊരി കണ്ണിന് മുന്നിലുള്ളതുമായും കാണുന്നു. ഞാൻ ദീപാറുന്ന കൂട്ടൊക്കെ കാണും. അങ്ങനെയാണെങ്കിൽ കാക്കേറിയ ഫ്ലോറ മെഡിസിൻ. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഫോസ്ഫറസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ. സാറേ ഒരു സംശയം, പൊട്ടൻസി ഏതാന്ന്? പൊട്ടൻസി പറയാത്തതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 0/3, അല്ലെങ്കിൽ ഞാനത് പ്രത്യേകം പറയുമെന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അതെ, ഇടയ്ക്ക് കയറിയായിരുന്നു. അല്ലെ, ഈ അപ്പോഴും കേൾക്കാത്തവരായിരിക്കും. ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. അതിനെ ഞാൻ ഇപ്പൊ തന്നെ വീണ്ടും പറയാം. എത്ര വേണേ ചോദിച്ചോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സിനേറിയ മറട്ടിമ, ഞാനത് ഈ ആൽക്കഹോൾ ഫ്രീ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ജർമ്മൻ്റെ ഒക്കെ ആണെങ്കിൽ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചാൽ നല്ല സുഖമാണ്. ഈ ഇത് വന്നില്ലെങ്കിലും മുന്നോട്ട് കൂടുതൽ വളരുകയില്ല. തീർത്തും മാറിയില്ലെങ്കിലും കൂടുതൽ അതിൻ്റെ ആ വളർച്ച നിൽക്കും, തിമിരത്തിൻ്റെ വളർച്ച. പിന്നെ ഇതുകൊണ്ടൊന്നും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് സൾഫർ. അത് ഞാൻ 0/3 തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മയോകെമിക്കൽ കാക്കേറിയ ഫ്ലോർ ഇതിനിടയ്ക്ക് 6x കൊടുക്കും. ഇനി ഒരുപാട് തലകറക്കം, ക്യാൻസർ, കോൺസ്റ്റിപ്പേഷൻ, വിറയ, റൂമാറ്റിസം, ഇങ്ങനെ പല പല രോഗങ്ങളുണ്ട്. ഇതിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങും തീരുകയില്ല. നിർത്തണോ അതോ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യണോ? ഏകദേശം 15-16 ആയി. എന്നാ പിന്നെ നമുക്ക് നിർത്തിയേക്കാം. നിർത്തിയിട്ട് ഇനിയുള്ളവർ ബാക്കിയുള്ളവർ ഇങ്ങോട്ട് പറയട്ടെ. ബാക്കിയുള്ളവരെ കേട്ടെ. ഞാൻ വേറൊരു ചാപ്റ്റർ കൂടെ ശരിയാക്കി, ഞാൻ അടുത്ത പ്രാവശ്യം എടുക്കാം. അതായത് സാറിന് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറഞ്ഞുതരും. അതെ അതെ, അറിവുള്ളവരും അവരുടെ കൂടെ അറിയട്ടെ. നമ്മൾ ചർച്ചയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചുമ്മാ ഒരാൾ തന്നെ ഈ ക്ലാസ് റൂം ക്ലാസ് കേട്ടിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറുള്ളവരുടെയും കൂടെ പറയാനുള്ള അവസരങ്ങൾ അവർക്കൂടെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഒരു ചർച്ചയായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇവിടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ ഒട്ടും നേരം കാണുകയില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വെക്കാത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിനോടാണ് കൂടുതൽ ഇഷ്ടം. ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം.
ഏതായാലും ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു നന്ദി. അവസാനം ഒന്നുകൂടെ പറയാം. ഇനി ചോദിക്കാം. ആ സാറിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് എന്താണ് വാർദ്ധക്യത്തില് വരാവുന്ന കുറെ പ്രശ്നങ്ങളാണ് ഇന്ന് സാർ പറഞ്ഞത്. അതിന് ഹോമിയോപ്പതി പരിഹാരങ്ങളും സാർ പറഞ്ഞു. എന്തായാലും വളരെ നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഇനി നമുക്ക് ഓരോരുത്തരുടെയും സംശയങ്ങളും അഭിപ്രായങ്ങളിലേക്ക് പോകാം. അഭിപ്രായങ്ങളോ സംശയങ്ങളോ ചോദിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യണം. മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. സാറേ, തയോസ്നാമത്തിന്റെ ഉപയോഗം വാർദ്ധക്യത്തിന് എന്താണെന്ന് ഒന്നുകൂടെ പറയാമോ? വാർദ്ധക്യത്തിനെ അത് പ്രിവെന്റ് ചെയ്യുമെന്നാണ് എനിക്ക് കുറച്ചുകൂടെ എനർജറ്റൈസ് ചെയ്യും. അതുപോലെ ഈ ഞാൻ കൂടുതൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ സ്കാർ ടിഷ്യൂ ഉണ്ടല്ലോ, ഈ ഇതൊക്കെ വന്നിട്ട് പോകാത്ത സ്കാർ ടിഷ്യൂ, ഈ കാലിലൊക്കെ മുറി വന്നിട്ട് ഉണങ്ങിയിട്ട് അതിങ്ങനെ ഒരുമാതിരി കീലോയില് പോലെ നിൽക്കുകയല്ലേ, കട്ടി പിടിച്ച് നിൽക്കുകയല്ലേ സ്കാർ ടിഷ്യൂ, അതിനാണ് കൂടുതൽ കൊടുക്കുന്നത്. പക്ഷെ ഇതിനും ഇപ്പം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഓരോ ദിവസവും ഈ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ കുറേയൊക്കെ കൂടുതൽ പ്രിപ്പയർ ചെയ്യും. അതിന് നമ്മൾ കൂടുതൽ പഠിക്കും. അന്നേരം അത് കൊടുത്തു നോക്കുമ്പോൾ അത് കൂടുതൽ പ്രയോജനമാകും. അതാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ച ഉടനെ ഞാൻ 3-4 സബ്ജക്റ്റ് ഇന്ന് ഞാൻ ഫീവർ എടുക്കാനിരുന്നു, ഫീവർ ആൻഡ് കണ്ടേജിയസ് ഡിസീസ് എടുക്കാനിരുന്നു, പകർച്ചവ്യാധികൾ. അതായത് എന്നെക്കാട്ടി വളരെ ഊർജ്ജസ്വലമായ ഒരു സ്ത്രീ വന്ന് കക്കാറ് കക്കാറ് അത് ഭയങ്കര സ്മാർട്ടായിട്ട് ഇത് കഴിഞ്ഞിട്ട് പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി നമ്മൾ നല്ല പരിപാടി കണ്ടേച്ചും പിന്നെ പോരാത്ത പരിപാടി കാണുന്ന മാതിരിക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സബ്ജക്റ്റ് മാറ്റിയത്. ഞാൻ 5 മണിയായപ്പോഴാണ്. അതുവരെ ഞാനിതൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി പ്രിപ്പയറിങ് ചെയ്ത് ഒന്നുകൂടെ മനസ്സിലൊന്നുകൂടെ കാണാപ്പാടം പറയാവുന്ന രീതിയിലാക്കി വെച്ചതാണ്. അന്നേരമാണ് കുറെ കേസുകളൊക്കെ ശരിയാക്കി വെച്ചപ്പോഴാണ് നമ്മളെക്കാട്ടി സൂപ്പറായിട്ടുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് കുഴപ്പമില്ല. അതൊന്ന് മറക്കവിടുമ്പോ ഒന്ന് മറക്കുമ്പോഴത്തേക്ക് സാറ് വന്നാൽ അതെ, അതുകൊണ്ട് ഞാൻ പിന്നത്തേനും മാറ്റി വെച്ചു. ഞാൻ എപ്പോഴും ഒരു 3-4 സബ്ജക്റ്റ് റെഡിയാക്കി വെച്ചേക്കും. ആരേലും കയറി എടുത്താൽ നമ്മളത് പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ട് വേറൊരു 3-4 സബ്ജക്റ്റ് ഏതെങ്കിലും വേണമെങ്കിൽ എടുക്കാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ആൽക്കഹോളിസം, പിന്നെ അഡിക്ഷൻസ്, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തീർന്നു പോയാൽ ഒന്നാരെങ്കിലും പറഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മളെ സ്റ്റോക്ക് ഇല്ലാതെ വരും. അതുകൊണ്ട് ആവനാഴിയിൽ അമ്പുകൾ ഒരുപാടുണ്ട്. ആവനാഴിയിൽ അമ്പുകൾ ഒരുപാടുണ്ട്. റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവസരം വരുമ്പോ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, നമ്മളത് ഒന്നുകൂടെ നമുക്ക് തറവാണ് ഡിസ്കഷൻ. അതുകൊണ്ട് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കോ. മറിയാമ്മ ഡോക്ടർ സംശയം കഴിഞ്ഞോ? അല്ല, അതിപ്പോ ഏത് ഏജിനെ നമുക്ക് കൊടുക്കാവുന്നതെന്നും കൂടെ ഒന്ന് അറിഞ്ഞേക്കണം സാർ. ഇപ്പൊ പറയുന്നത്, ഇന്നലെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതിൻ്റെ അകത്ത് കാണുന്നത് ഇപ്പം വാർദ്ധക്യം എന്ന് പറയുന്നത് 80 വയസ്സാണ്. മുമ്പേ 60 വയസ്സ് വരെ ഇപ്പം വിചാരിച്ചോണ്ടിരുന്നത്. അത് എനിക്കൊന്നുകൂടെ സന്തോഷമായി. കാരണം നമ്മളൊന്ന് സാറ് മധ്യവയസ്കനായതേ ഉള്ളൂ. മധ്യവയസ്കനെ ആയുള്ളൂ. അന്നേരം ഒന്നുകൂടെ ഒരു ഊർജം, സന്തോഷം, ഒന്നുകൂടെ സന്തോഷം. ഇനി 10 വർഷം കുറഞ്ഞത് ജീവിച്ചിരിക്കും എന്നുള്ളൊരു വയസ്സനാവണമെങ്കിൽ 10 വർഷം കൂടെ ഉണ്ട് ആകണമെങ്കിൽ. അപ്പൊ അതുപോലെ മറിയാമ്മ ഡോക്ടർ ചോദിച്ചതിന്റെ ഒരു സംശയം ഉണ്ട്. അപ്പൊ ഈ എന്താണ് ഈ തയോസിനാമിന് അപ്പൊ ഏകദേശം 60 അല്ല 70 വയസ്സൊക്കെ ആയിട്ട് കൊടുത്താൽ മതി അല്ലേ? നേരത്തെ തന്നെ കഴിക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ 60 വയസ്സിൽ കൊടുക്കാം. മുമ്പേ എടുത്താലും. പിന്നെ അതുപോലെ തന്നെ ഈ ചില ഇതൊക്കെ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ആ ഭാഗത്തിലോട്ട് വന്നില്ല. പ്രായമൊക്കെ ആകുമ്പം ചുളിവ്, നൊര ഇങ്ങനെയൊക്കെ വരുമല്ലോ. അതിനൊക്കെ പ്രത്യേകമുണ്ട്. അതായത് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഒരുമാതിരി മുലയൊക്കെ ഇടുങ്ങിയ മാതിരി അങ്ങനെയൊക്കെ ഒരുപാട് കേസസ് ഉണ്ട്. അതിലോട്ട് ഞാൻ കടന്നില്ല. അത് വേറൊരു ദിവസം എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതൊക്കെ വേണം നമുക്ക്. അന്നേരം സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമല്ലേ ഇതെല്ലാം. പിന്നെ സൗന്ദര്യം നിലനിർത്തണ്ടേ? അത് നിലനിർത്തി കൊടുക്കണ്ടേ നമുക്ക്? കൊടുക്കണ്ടേ. നമുക്ക് ഏറ്റവും പറ്റിയൊരു ഫീൽഡാണ് അത്. നമ്മൾ
ഇടയ്ക്ക് വിചാരിക്കും സാധു റിസൾട്ട് ചുമ്മാ പറയുന്നതാണ് നമുക്ക് ആദ്യമൊക്കെ തോന്നും. പക്ഷേ സാധു റിസൾട്ട് ഇതുപോലെ ഒരുപാട് ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന കാണാം. ആ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കോസ്മെറ്റിക് ഏരിയയിൽ ഹോമിയോപ്പതിക്ക് വളരെയധികം സാധ്യതയുണ്ട്. ചില ഡോക്ടർമാരൊക്കെ ചെയ്യുന്നുണ്ട്. ചില ലേഡീസ് ഡോക്ടർമാർക്ക് അത് പ്രത്യേകിച്ച്. അതായത് ആ വണ്ണം കുറയ്ക്കാന്, വണ്ണം കൂട്ടാന്, അതുപോലെ തന്നെ പല പല ടെക്നിക്കുകളുണ്ട്. അത് ഇനി ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് നേരും എടുക്കാം. ഈ പിന്നെ ഇതിൽ വേറൊരു സംശയം ഉള്ളതേ ഈ വയസ്സാവാതിരിക്കാനാകുമ്പോ ഹൈപ്പോട്ടൻസി ആണോ ലോവർ പൊട്ടൻസി ആണോ തയോസിനാമിനം? ഞാൻ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ സാധാരണ അത് 2x-ഉം 3x-ഉം ഒക്കെ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് തയോസ് 0/3 കൊടുക്കും. അത് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ 0/3, 0/6 ഒക്കെ കൊടുക്കും. അതുപോലെ എൻ്റെ റെപ്പറ്റീഷൻ ഇച്ചിരി കൂടുതലാണ്. കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഒഴിക്കാൻ കൂടും. കുടിക്കാൻ മടിയുള്ളവരൊക്കെയാണ്. ഇപ്പം പ്രത്യേകിച്ച് ആൽക്കഹോളിസത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് നിർത്താൻ മടിയാണ്. പുകവലിക്ക് നിർത്താൻ മടിയാണ്. എന്നാലും ഇതെല്ലാം പതിയെ മരുന്നെല്ലാം നമ്മൾ ഇപ്പം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ചേർത്ത് വെച്ചാൽ കുടിക്കുന്ന കൂട്ടത്തിലങ്ങ് പോകും. മിനിമം ഡോസേ കൊടുക്കാവുള്ളതേ ഉള്ളൂ. അന്നേരം ഓക്കെ സാറേ. ഓക്കെ, അടുത്ത ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ചോദിച്ചോളൂ. നന്ദി ശൈല ഡോക്ടറെ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. വേറൊരു കേസ് പറഞ്ഞു, അത് കുറഞ്ഞായിരുന്നു. അത് ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് പറയാം. ഇനി കുറഞ്ഞോളും. ഞാൻ കേസിന് ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ചോദിച്ചോണ്ടിരിക്കും. അതിന്റെ അതെന്റെ ഒരു കുഴപ്പം. വ്യത്യാസം തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ബാക്കി കുറഞ്ഞോളും. തീർച്ചയായിട്ടും ഇച്ചിരി അറിയാവുന്ന രീതിയിൽ ഇച്ചിരി കൗൺസിലിംഗ് ഒക്കെ ചെയ്യണം. ആയിക്കോട്ടെ. പഴയതിനൊക്കെ മിടുക്കിയായിരുന്നു. മോനോ മോളോ? 10 വയസ്സല്ലേ പറഞ്ഞു? 13. 13. മോൾ പഴയതിലൊക്കെ മിടുക്കിയ, വളരെ സ്മാർട്ടായി, വളരെ നന്നായിരിക്കുന്നു. അതായത് ഈ ഇതിൻ്റെ അകത്ത് ടിഐക്കകത്ത് സ്ട്രോക്ക് എന്ന് പറയും, മോട്ടിവേഷൻ. അത് മനുഷ്യനെല്ലാം വളരെ, അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനെക്കാട്ടി കുറച്ചുകൂടെ സ്മാർട്ടായി. അതായത് ഞാൻ ഈയിടെ വായിച്ചപ്പം 80 വയസ്സ് കഴിഞ്ഞ് വയസ്സാകുന്നുണ്ട്, എനിക്ക് 70 കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി 10-15 വർഷം കൂടെ ഉണ്ടെന്നുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷൻ എപ്പോഴും മനുഷ്യന് ആവശ്യമാണ്. ഡോക്ടർ എറിക് മേൻ പറഞ്ഞിരിക്കുന്ന തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം. നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. എങ്ങനെയുണ്ട്, എനിക്ക് ഈ കട്ടൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ, എൻ്റെ ഡ്രസ്സ് നല്ലതായില്ലേ, എന്തെങ്കിലും ഒന്ന് തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു സുഖം ചോദിച്ചു വാങ്ങാവുന്ന എറിക് മേൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രോക്ക്. പിന്നെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ ക്ലാസ് പറഞ്ഞ കൂട്ടത്തില് സാറ് പറഞ്ഞായിരുന്നു, പിന്നെ കേസ് എടുക്കുമ്പോ എല്ലാം കരഞ്ഞോണ്ട് പറയും, അത് കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ മതി ചിരിക്കും എന്ന് പറഞ്ഞ മെഡിസിൻ ഏതായിരുന്നു? അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പേര് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സെപ്റ്റിയായോടോ നേട്രമോറിനോടൊന്നും പറഞ്ഞു. നേട്രമോറിനെ ആശ്വസിപ്പിക്കുന്നത് പോലും നേട്രമോറിന് ഇഷ്ടമല്ല. പൾസാരായ്ക്ക് സെപ്റ്റിയായ്ക്ക് കാണുമ്പോഴേ ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല, അത്രയ്ക്കാണ്. അത് ചില ട്രിക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം. ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അറിയാം അത് പൾസാറ്റിലാണോ സെപ്റ്റിയാണോ നേട്രമോറാണോ എന്നൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം. നമുക്ക് ഒത്തിരി വർഷം ആയിക്കഴിഞ്ഞാൽ ഒരാൾ വരുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് മരുന്നിങ്ങനെ തന്നെ ഇങ്ങനെ വരും. പിന്നെ നമ്മൾ കാശൊക്കെ മേടിക്കുന്നതല്ലേ, അന്നേരം കേസൊക്കെ ശരിക്കെടുത്ത് കുറച്ചു നേരം ഇതെല്ലാം എടുത്ത് ചിലപ്പോൾ അല്ലാതെ വന്നെങ്കിൽ നമ്മളെ കേസ് ക്ലിയർ ആകില്ല. അതുകൊണ്ട് കേസ് ഡീറ്റെയിൽസ് എടുക്കണം. നമുക്ക് മരുന്ന് ആദ്യം തന്നെ വന്നാലും നമുക്ക് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് മെഡിസിൻ എന്ന് കാണും. അത്ര 19 വർഷമായില്ല ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്നാലും ഇത് കാണുമ്പോൾ അറിയാം നിന്ന പേഷ്യൻ്റാണ്. ഇരിപ്പും നിപ്പും നടപ്പും സംസാരവും എന്നാ ഈ പോസ്റ്ററും ജസ്റ്ററും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും ഈ പേഷ്യൻ്റാണ്. പിന്നെ പരിശോധിച്ചു കുറേ പരിശോധനയും സിംറ്റംസും ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിലൊക്കെ ആദ്യം വേണ്ടിയത് പേഷ്യനോട് നല്ല ബന്ധം, റാപ്പോർട്ടെന്ന് പറയാതില്ല, ഒരാത്മബന്ധം സൂക്ഷിക്കണം. അത് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഏത് പേഷ്യൻ്റാണ് അവരൊരു എന്തെങ്കിലും ഒരു കേസിന്
ഒരു പനി തന്നെ വന്നാൽ ഒരു ദിവസം 2 ദിവസം കൊണ്ട് കുറഞ്ഞാലും ആ പേഷ്യൻ്റ് നമ്മളോട് ചോദിക്കാതെ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കും. നമ്മളെല്ലാം വിശ്വാസം വരും. നമ്മളവരെ സ്നേഹിക്കണം, ഫ്രണ്ട് പോലെ ആക്കണം. അതായത് അലോപ്പതിയിലൊക്കെ ഒരു മെക്കാനിക്കൽ കേസ് ടേക്കിങ്ങും ഒരു മെക്കാനിക്കലായിട്ടാണ്. പേഷ്യൻ്റ് ഡോക്ടർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു കസ്റ്റമർ പോലെയാണ്. നമ്മുടെ അടുത്ത് അങ്ങനെയല്ല. ചിലരല്ലാത്തവരും കാണും, ഞാൻ കണ്ടിട്ടുണ്ട്, പലരെയും കണ്ടിട്ടുണ്ട്, അല്ലാത്തവരെയും കാണാം, ഇതിനോട് അഭിപ്രായ വ്യത്യാസം ഉള്ളവരും കാണാം. പക്ഷേ ഇതൊന്നും നോക്കണ്ട. നമ്മുടെ അടുത്ത് പേഷ്യൻറ്റിന് ബാക്കിയുള്ളവരെക്കാട്ടി നമ്മൾ പറയല്ല, ആ ഡോക്ടർ വളരെ നല്ല ഡോക്ടർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ചിലർക്ക് ഇന്നേച്ചും പോയിട്ട് പോവാം, പേഷ്യൻ്റ് വന്നിട്ട് പറയും അവിടെ ഒരു ഡോക്ടർ എന്തൊരു പെരുമാറ്റം, നേരിട്ട് താഴ്മ, എന്ത് നല്ലതാണ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ അത് വെറും മരുന്ന് മാത്രമല്ല, ചികിത്സ. അതിൻ്റെ അകത്ത് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കൺവിൻസിങ് നേച്ചർ, നമ്മുടെ കോൺഫിഡൻസ് എല്ലാം അതിൻ്റെ അകത്ത് വരും. നമ്മുടെ ഇരിപ്പ്, നിപ്പ്, സംസാരം, ആംഗ്യഭാഷ, ഈവൻ ഒരു നോട്ടം തന്നെ വളരെയധികം ഇഷ്ടപ്പെടും രോഗികൾ. ഇതേ നോക്കിക്കോ, ഇതേ ഒന്ന് മാറാൻ ശ്രമിച്ചു നോക്ക്. മാറാനൊരു മനസ്സുണ്ടാകും, എന്നാലേ ഇതൊക്കെ സാധിക്കുള്ളൂ. ശരി, നന്ദി ഡോക്ടറെ. ആ ഓക്കെ, ലതാ മനോഹരൻ ഡോക്ടറെ. എന്തായാലും നമ്മളെ ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ സമയവും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഇത്രയും നല്ല ഒരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മറിയാമ്മ ഡോക്ടറെ തന്നെ ക്ഷണിക്കും. ഏതായാലും ഈ ഞങ്ങൾക്കും ഒക്കെ വളരെ പ്രയോജനമുള്ളൊരു വിഷയമാണ് സാർ ഇന്ന് എടുത്തത്. പിന്നെ സാറ് പറഞ്ഞ അതുപോലെ തന്നെ 80 വയസ്സാണെന്ന് അറിഞ്ഞതിലുള്ള ആശ്വാസം ഞങ്ങൾക്കും സാർ ഇപ്പം തന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ്സിന്റെ നമ്മളൊക്കെ ചെറുപ്പക്കാരാ. അതെ, ഇച്ചിരി വിഷമത്തിലായിരുന്നു, പ്രായം ആകുന്നില്ലോ എന്നോർത്ത്. ഏതായാലും സാറിത് പറഞ്ഞപ്പോ അത്രയും ഒരു ആശ്വാസമായിട്ടുണ്ട്. ഏതായാലും ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തു. ഇതിന്റെ ബാക്കി ഭാഗവും കൂടി ഞങ്ങൾക്ക് തരണം. എത്രയും വേഗം സാർ അതുമായിട്ടും വരണം. ഇത്രയും നല്ല ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന് സാറിന് നല്ല സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി സാർ. ഇത്ര നേരം സ്നേഹത്തോടെ കേട്ടിരുന്ന 52 ചില്ലാനം പേരുണ്ടായിരുന്നു. ഇപ്പം 48 പേര് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വാലന്റൈൻസ് ഡേ. നമ്മുടെ സമയത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ കൂടി വന്നു. അന്നേരം എല്ലാവർക്കും ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമ്മളെയൊക്കെ സമയത്ത് ഇപ്പൊ എല്ലാം ഉള്ളിലായിരുന്നു. ഇപ്പൊ കൂടുതൽ കാണിക്കുകയാണ്, ഓരോന്നോരോ ഡേ ഒക്കെ കാണിച്ച്. നമ്മുടെ സമയത്തൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഒന്നും പറയാൻ പോലും പറ്റൂല. ഇപ്പൊ എല്ലാം കാണിച്ച് പോലും പറ്റിയ. ഓക്കെ, അതൊക്കെ വേണം നോക്കാൻ. പോട്ടെ, ഏതായാലും എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് കുറുപ്പ് സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.